പോക്കോയുടെ പോക്കോ C75 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ C75 5G എന്നുള്ള ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോക്കോ C75 5Gയിൽ 6.88 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫോണിൽ ഫുൾ HD റെസൊല്യൂഷൻ വരാൻ ചാൻസ് ഇല്ല. HD റെസൊല്യൂഷൻ ആയിരിക്കും വരിക. പക്ഷേ വില 9,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും. ഇപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ HD റെസൊല്യൂഷൻ എന്നുള്ളത് ഓക്കെയാണ്. ഇവൻ നമുക്ക് വില 8,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വരെ എക്സ്പെക്റ്റും ചെയ്യാവുന്നതാണ്. പിന്നെ LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അത് ഓക്കെയാണ്. വാട്ടർ ഡ്രോപ്പ് എന്ന് വെച്ചാൽ ഡിസൈൻ വെച്ചായിരിക്കും ഇതിൽ വരിക. പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരാൻ ചാൻസ് ഇല്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വില അത്യാവശ്യം കുറഞ്ഞ പ്രൈസ് റേഞ്ചിലായിരിക്കും. ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. പിന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് എന്നുള്ളത് നല്ലൊരു കാര്യവുമായിരിക്കും. പിന്നെ 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പീക്ക് ബ്രൈറ്റ്നസ് 600 നിറ്റ്സ് വരെ വരുന്നതായിരിക്കും. തിരക്കില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വന്നേക്കാം. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. IP52 റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 4S Gen 2 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് സ്നാപ്ഡ്രാഗണിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു 5G പ്രോസസ്സറാണ്. ഇപ്പം 8,000-9,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. അപ്പം അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ LPDDR4Xന്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ വരും. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ സിംഗിൾ സ്പീക്കർ ആയിരിക്കും ഈ ഒരു ഫോണിൽ വരിക. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. 3.5 മോഡി ജാക്ക് ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ആൻഡ്രോയിഡ് ബേസ് ആയിട്ടുള്ള ഹൈപ്രോസ് സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ക്യാമറയുടെ കാര്യത്തിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ഫോണിന്റെ പിന്നിൽ വന്നേക്കാം. 50 മെഗാ പിക്സലിന്റെ 1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. രണ്ടാമത് ഒരു AI സെൻസറും വരും. പിന്നെ ഫ്രണ്ടിൽ 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വന്നേക്കാം. അപ്പം തിരക്കില്ലാത്ത ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ഇതിൽ വരിക. ബാറ്ററിയുടെ കാര്യത്തിൽ 5160 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നതായിരിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ തിരക്കില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ December 17 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം അടുത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ Redmi A4 5G എന്നുള്ള ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോക്കോ C75 5G എന്ന ഫോൺ ആ ഒരു ഫോണിന്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും. ഇപ്പം പോക്കോ അങ്ങനെയാണ്, റെഡ്മിയുടെ ഫോണുകൾ എടുത്തിട്ട് റീബ്രാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 9,000 രൂപയ്ക്ക് താഴെയായിരിക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷെ നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ Redmi A4 5G എന്ന സ്മാർട്ട് ഫോൺ തന്നെ 8,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പൊതുവേ പോക്കോക്ക് റെഡ്മിയെക്കാളും വില കുറച്ചും കൂടി കുറയാറുണ്ട്. അപ്പം ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന ഫോണുകൾക്കൊക്കെ ഒരു 500 രൂപയെങ്കിലും കുറയാറുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ 8,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് 8,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും പോക്കോയുടെ പോക്കോ C75 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.